രക്ഷപ്പെടാൻ ചുറ്റും ഒരുപാട് വഴികളുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്ന ചിലരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് കൃത്യമായിട്ടൊരു കാരണമുണ്ട്. ഇനി അത്തരത്തിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് മാർഗങ്ങളുണ്ട്. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ആനയും പാപ്പാനും. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ടി വിയിലെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്തുകൊണ്ടെന്നറിയില്ല, പലപ്പോഴും ഈ പാപ്പാൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ആനയെ വെച്ചിട്ട് നോക്കുമ്പോൾ വളരെയധികം സൈസ് ചെറുതായിട്ടുള്ള ആൾക്കാരായിരിക്കും. എന്നിരുന്നാൽ പോലും എങ്ങനെയാണ് ഇത്രയും ചെറിയ മനുഷ്യര് ഇത്രയും കരയിലെ തന്നെ ഏറ്റവും വലിയ ജീവിയായിട്ടുള്ള ആനേനെ മെരുക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങൾ അതൊരു കൗതുകം തോന്നിയിട്ടുണ്ടാവില്ലേ? ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട്, ഈ പാപ്പാന്മാര് പോകുന്ന സമയത്ത് ആനയുടെ കാലിന്റെ അവിടെ ഒരു വടി വെച്ചിട്ട് പോകും. ഇവർ തിരിച്ചു വരുന്നത് വരെ ആ വടി ഒന്ന് നിലത്ത് വീഴുന്ന രീതിയിൽ ആന അനങ്ങുക പോലും ഇല്ല. ഈ ഒരു ബിഹേവിയർ ആന ചെറുപ്പത്തിലേ പഠിക്കുന്നതാണ്. ആന ഒന്ന് തുമ്മിയാൽ തെറിച്ചു പോകാവുന്നതേ ഉള്ളൂ ഈ വടിയും പാപ്പാനും ഒക്കെ എങ്കിൽ പോലും ആ ചെറുപ്പത്തിലേ പഠിക്കുന്ന ഒരു ശീലത്തിന്റെ ഭാഗമായിട്ട് അവരതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കാറില്ല. പലപ്പോഴും മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ഒരേ ഗണത്തിൽ പെടുന്നവരാണ് എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയായിരിക്കാം. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചില വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ അത് മാറാൻ വലിയ ബുദ്ധിമുട്ടാണ്. രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെ മാത്രം ചിന്തിച്ച് അതിൻ്റെ ഉള്ളിൽ മാത്രം നിന്നു പോകുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മളും അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ പോകുന്നുള്ളവരുമായിരിക്കും. ഇതിനെ സൈക്കോളജിയിൽ പറയുന്ന ടേമാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്. 1967 പ്രൊഫസർ സെലിഗ്മാനും പ്രൊഫസർ സ്റ്റീഫൻ എഫ് മേയറും ചേർന്ന് ലേൺ ഹെൽപ്ലെസ്നെസ് എന്ന ഈ ഒരു ടേം കോയിൻ ചെയ്യുന്നത്. ഇവർ ആക്ച്വലി ഡോഗ്സിൽ നടത്തിയ ഒരു എക്സ്പെരിമെന്റിൽ നിന്നുമാണ് ഈ ഒരു ലേൺ ഹെൽപ്ലെസ്നെസ്സിനെ പറ്റിയിട്ട് അവർ മനസ്സിലാക്കിയത്. നമ്മളെ വളരെയധികം റെസ്ട്രിക്റ്റഡ് ആക്കി നിർത്തുന്ന എൻവയോൺമെന്റ്സ് അല്ലെങ്കിൽ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം, എന്തെങ്കിലും ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവന്റ്സ് ആയിരിക്കാം. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് പൊതുവെ ഈ ഒരു ലേൺ ഹെൽപ്ലെസ്നെസ് നമ്മൾ അനുഭവപ്പെടുന്നത്. അതായത് ഈ സമയങ്ങളിലെല്ലാം ഈ വ്യക്തിക്ക് തോന്നുന്നത് ഞാൻ വളരെയധികം നിസ്സഹായനാണ്, എനിക്കിതിൽ നിന്നും പുറത്തേക്ക് ഒരു വഴിയില്ല എന്നൊരു ചിന്തയായിരിക്കാം. ഇത് തുടരെ വരുമ്പോഴാണ് ആക്ച്വലി അതിനൊരു ലേൺ, അതായത് അവർ ആ ഒരു ഹെൽപ്ലെസ് ബിഹേവിയർ പഠിച്ചു വരികയാണ്. ഈവൻ ദോ ഒന്നോ രണ്ടോ സാഹചര്യങ്ങൾ അവർ ഹെൽപ്ലെസ് ആയി വന്നതാണെങ്കിൽ പോലും പിന്നീട് എന്തൊരു സാഹചര്യം വന്നാലും ദർ ഇസ് നോ വേ ഔട്ട് എന്നൊരു ചിന്ത വരുമ്പോഴാണ് അതൊരു ലേൺഡ് ബിഹേവിയർ ആയിട്ട് മാറുന്നതും അതിനെ നമ്മൾ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്. പൊതുവെ എന്തെങ്കിലും തരത്തിലുള്ള ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിച്ച് വന്നിട്ടുള്ളവർ അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമാസ്, ഇതെല്ലാം ഇവരെ ഒരു ലേൺ ഹെൽപ്ലെസ്നെസ് സ്റ്റേജിലേക്ക് എത്തിക്കാനായിട്ട് സാഹചര്യം ഉണ്ടാക്കാറുണ്ട്. പൊതുവെ ഒരു കാര്യത്തിലും ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യാതിരിക്കുക, സെൽഫ് എസ്റ്റീം വളരെ കുറവായിട്ടുള്ള ആളുകൾ, ആവശ്യമെങ്കിൽ പോലും ഹെൽപ്പ് സീക്ക് ചെയ്യാതിരിക്കുക, നമ്മൾ ലൈഫിൽ ഒരിക്കലും നമുക്കൊരു ഗെയിൻ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനെ എല്ലാത്തിനെയും അതൊരു ഭാഗ്യക്കേടാണ്, എൻ്റെ വിധി ഇതാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ലേൺ ഹെൽപ്ലെസ്നെസ്സിൻ്റെ സിംറ്റംസ് ആയിട്ട് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് വെളിയിൽ വരാൻ സാധിക്കില്ലേ? തീർച്ചയായും സാധിക്കും. ഇതിന് ആക്ച്വലി ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് ഒരു മനോരോഗം എന്നല്ല കാണുന്നത്. ഇത് നമ്മുടെ തോട്ട്സിൽ ഉണ്ടാകുന്ന ചില ഡിഫക്ട്സ് ആണ്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു ലേൺ ഹെൽപ്ലെസ്നെസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് റൂട്ട് കോസ് ഉണ്ടായിരിക്കും. സോ ആ ഒരു സിറ്റുവേഷൻസ് എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും നമ്മളുടെ ആ തോട്ട്സിനെ വേണ്ട രീതിയിൽ റീസ്ട്രക്ചർ ചെയ്യാനായിട്ടുള്ള തെറാപ്പീസിലൂടെ എല്ലാം നമുക്കതിനെ ഓവർകം ചെയ്ത് വരാനായിട്ട് സാധിക്കുന്നതാണ്.